ബിഗ് ബോസ് ഗെയിം മൊത്തത്തിൽ ഒന്ന് ഉഷാറാക്കി വിട്ടിരിക്കുകയാണ് ഈ ഒരു 11 മണി നേരത്തെ. ആ ഒരു സൈക്കിൾ ടാസ്ക് ഉണ്ടായിരുന്നു റൗണ്ട് 3. അതിലൂടെ നമ്മുടെ ഡെൻ ടീം ജയിച്ചു. അത് കഴിഞ്ഞ് എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തി പറഞ്ഞു സിജോ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ് ചികിത്സയുടെ ഭാഗമായിട്ട്. ഇനി മുതൽ സിജോയുടെ ഡ്യൂട്ടി അൻസിബ ഏറ്റെടുക്കുന്നതായിരിക്കുമെന്ന് ക്യാപ്റ്റൻസിയുടെ ഡ്യൂട്ടി. എന്നിട്ട് ജാസ്മിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു. ടാസ്ക് ലെറ്റർ അങ്ങ് കൊടുത്തു. അഭിപ്രായ പ്രകടനം എന്നാണ് ടാസ്കിന്റെ പേര്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ഉഷാറാക്കൽ, 11 മണി നേരത്തെ ഉഷാറാക്കൽ. സ്ട്രോങ് ആയിട്ടുള്ള പലരും ഈ വീട് വിട്ടു പോയി ഈ ഒരു 2 ദിവസം കൊണ്ട്. അതുകൊണ്ട് ഷോ അവസാനിച്ചു എന്നൊരു സംസാരമുണ്ട് പുറത്ത് പ്രേക്ഷകർക്കിടയിൽ. എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം? ബിഗ് ബോസ് ഇപ്പൊ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഓഡിയൻസ് എന്താണ് പറയുന്നത് എന്നത് ഇവരെ അറിയിക്കുന്നുണ്ട്. മറ്റേ ആ ഒരു ക്യാപ്റ്റൻസിയുടെ കേസൊക്കെ നമ്മൾ കണ്ടതാണ്. ക്യാപ്റ്റൻസി നോമിനേഷൻ കഴിഞ്ഞ തവണത്തെ ഭയങ്കര അലമ്പായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ ഇത് നേരെ ചെയ്യണമെന്ന് പറഞ്ഞത്. ഇതും അതേപോലെ തന്നെ അറിയിച്ചു കൊടുത്തു. എല്ലാവരും മുന്നോട്ട് വന്ന് നമ്മൾ വീണ്ടും ആക്റ്റീവ് ആവണം, നമുക്ക് കൂടുതൽ സ്പേസ് കിട്ടി, നമ്മളെല്ലാവരും സ്ട്രോങ് ആണ്, നമ്മളെല്ലാവരും അടിപൊളിയാണ്, ഈ പോയവർ സ്ട്രോങ് ആണ്, പക്ഷെ ഇവിടെ ഇരിക്കുന്ന നമ്മള് പോയവരെക്കാൾ സ്ട്രോങ് ആണ് എന്നൊക്കെ പറഞ്ഞ് വമ്പൻ പ്രസംഗമായിരുന്നു. എല്ലാവരും മുന്നോട്ട് വന്ന് നിന്ന് ഒന്നും പറയാനില്ല, അമ്മാതിരി തകർപ്പൻ പ്രസംഗങ്ങള്. രാത്രി എല്ലാരെയും ഒന്ന് ഉണർത്തിയതായിട്ട് എനിക്ക് തോന്നി. സ്ട്രോങ് ആയിട്ടുള്ളവരെല്ലാം പോയി ഇനി വിശ്രമിക്കാം, അല്ലെങ്കിൽ റിസോർട്ടിൽ നിൽക്കുന്ന പോലെ നിൽക്കാമെന്ന് അവിടെ ആരെങ്കിലും വിചാരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവരുടെ തലക്കിട്ടൊരു കൊട്ടു കൊടുത്തു നമ്മുടെ വല്യണ്ണൻ. അതിനെ തീർച്ചയായിട്ടും അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ. ഷെല്ല് പൊട്ടിച്ച് അവിടെ ഉള്ളവര് പുറത്തു വരണം, പുറത്തു വന്നേ തീരൂ. കാരണം അതാണ് ഈ ഒരു ഗെയിം. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അതാണ് എനിക്ക് മനസ്സിലായത്. മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.